ഇത്രയും ഹൈറ്റ് വരുമ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് കയറണമെങ്കിൽ ഇച്ചിരി ടാസ്ക്കാണ്. കംപ്ലീറ്റ്ലി ഒരു ആനപ്പുറത്തിരിക്കുന്ന ഫീൽ തന്നെയാണ് ഈ വെഹിക്കിളിൻ്റെ അകത്ത് കയറുന്നത്. ഇതാണ് ഇതിൻ്റെ ആക്സലറേഷൻ കൊണ്ടെന്ന് പറയുന്നത്. അവരുടെ എക്സ്ട്രീം ഓഫ് റോഡ് കോൺസെപ്റ്റ് ആയിട്ടുള്ള വണ്ടി ബാംഗ്ലൂർ രജിസ്റ്റേർഡ് ആണ്. നമ്മുടെ കേരളത്തിൽ ഇത് പറ്റത്തില്ലല്ലോ. ബാംഗ്ലൂർ രജിസ്റ്റേർഡ് വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ടൊയോട്ടയുടെ മാസീവ് ഒരു ഇൻ്റർനാഷണൽ പ്രോഡക്റ്റാണ് നമ്മുടെ ഹൈലക്സ് എന്ന് പറയുന്നത്. ആ ഒരു സാധനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വണ്ടിയുടെ അൾട്ടിമേറ്റ് റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അവരിപ്പോൾ നമ്മുടെ നിപ്പോണ്ടായിട്ട് നമ്മളിന്ന് ഇൻവൈറ്റ് ചെയ്തതാണ്. അവരുടെ എക്സ്ട്രീം ഓഫ് റോഡ് കോൺസെപ്റ്റ് ആയിട്ടുള്ള വണ്ടി ബാംഗ്ലൂർ രജിസ്റ്റേർഡ് ആണ്. നമ്മുടെ കേരളത്തിൽ ഇത് പറ്റത്തില്ലല്ലോ. ബാംഗ്ലൂർ രജിസ്റ്റേർഡ് വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റോഡ്സിലൂടെ ഓടിക്കാനുള്ള പെർമിഷൻ ഇല്ല. പക്ഷെ എന്നാൽ പോലും എനിക്ക് ഇതിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ എൻജിൻ സൗണ്ട്, ഈ സ്റ്റോർക്കലൊക്കെ വെച്ചപ്പോൾ ഇതിൻ്റെ സൗണ്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ, അതുപോലെ ഇത്രയും ഹൈറ്റിൽ കയറുമ്പം ഫീൽ ചെയ്യുന്ന കോൺസെപ്റ്റ് എന്താണ്, പിന്നെ ഇതിൻ്റെ മൈലേജ് എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ശരിക്കും തന്നെ നമ്മൾ പറഞ്ഞ പോലെ ഇത് കംപ്ലീറ്റ്ലി മോഡേണാണ് വണ്ടി. ആ വണ്ടി കാണുമ്പോൾ തന്നെ എന്ത് റോഡ് പ്രസൻസ് ആണെന്നറിയാം. ലൈക്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് അത്ര മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ സാധനമായിട്ട് റോഡിൽ കൂടെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു മിനി ലോറി വരുന്ന എഫക്റ്റാണ്. ലൈക്ക് അതുപോലെ ഹൈറ്റിൽ അതുപോലെ റോഡ് പ്രസൻസ് ആയിട്ടാണ് ഈ വെഹിക്കിൾ ഈ ഒരു രീതിയിൽ മോഡിഫൈ ചെയ്തപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ശരിക്കും ഫ്രണ്ട് തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ബമ്പർ സിസ്റ്റം ഫുള്ള് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ബമ്പറിനൊരു പ്രത്യേകതയുണ്ട്. ആ ബമ്പറിൻ്റെ അകത്ത് തന്നെ അവരെ ഹിഞ്ച് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. നോർമലി കാണുന്ന പോലെ പുറത്തേക്ക് തള്ളിയല്ല, അകത്ത് തന്നെയാണ് ഹിഞ്ച് സിസ്റ്റം വന്നിരിക്കുന്നത്. അതാണ് ഈ ഹൈലക്സ് പോലത്തെ ഇൻ്റർനാഷണൽ പ്രൊഡക്ട്സിൻ്റെ ഗുണം. ലൈക്ക് ഇഷ്ടംപോലെ മോഡിഫിക്കേഷൻസ് അപ്പണ്ട് ബാബ്സിൻ്റെ വർക്കിൽ ചെയ്തില്ല എന്ന് പറഞ്ഞ പോലെ ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് ഒരു ഹിഞ്ച് സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഒരു ഹിഞ്ച് വരുന്നത്. പിന്നെ 2 വലിയ ലൈറ്റ്സ് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. റൂഫിലും കുറേ ലൈറ്റ്സ് വരുന്നുണ്ട്. ഇതൊക്കെ നോർമൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഹെഡ്ലൈറ്റ്സ് തന്നെയാണ്. പിന്നെ താഴെയാണെങ്കിലും അവിടെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്കേർട്ടിങ് കൊടുത്തിട്ടുണ്ട്. ബമ്പറിന് നല്ല രീതിയിലുള്ളൊരു ആംഗ്ലിങ് വരുന്നുണ്ട്. ഇഷ്ടംപോലെ ഈ പറയുന്ന പോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. വലിയ യമ്മണ്ടനൊരു ടയറാണ് കൊടുത്തേക്ക്. ഞാൻ സാധാരണ ടയർ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ നോക്കിയിട്ടാണല്ലോ. ഇത് 20 ഇഞ്ചാണ് വരുന്നത്. നല്ല സൈഡ് ഹോളും ഇതുണ്ട്. എൻ്റെ കൈയുടെ അത്രയും വീതിയുള്ള ഒരു ലൈക്ക് അതുപോലെ ഓഫ് റോഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ടയർ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. സസ്പെൻഷൻസ്, അതായത് ലിഫ്റ്റ് കിറ്റ് വരുന്നുണ്ട്. ഇതുണ്ടോ, ലിഫ്റ്റ് കിറ്റ് കാണാം നിങ്ങൾക്ക്. ലിഫ്റ്റ് കിറ്റ് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഒരു ആനപ്പുറത്തിരിക്കുന്ന ഫീൽ തന്നെയാണ് ഈ വെഹിക്കിളിൻ്റെ അകത്ത് കയറുന്നത്. നമുക്ക് അതിൻ്റെ അകത്ത് കയറിയിരുന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. പക്ഷെ അതാണ് നമുക്ക് പുറമേ കാണുമ്പോഴാണെങ്കിൽ ഇത് വളരെ ഹൈറ്റിലിരിക്കുന്ന മാസീവായിട്ട് മോഡിഫൈ ചെയ്തിരിക്കുന്ന ഒരു വെഹിക്കിൾ പോലെയാണ്. പിന്നെ നമ്മൾ ബാക്കിലേക്ക് വരുമ്പം 2 വലിയ ടയർ, രണ്ട് വലിയ ടയേഴ്സ് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ വീൽസ്, റിംസ്, അലൈസ് തന്നെ വരുന്ന സെയിം സാധനമാണ്. ബാക്കിൽ ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സ്, ബാക്കിലേക്ക് ലൈറ്റ് വരുന്നതിന് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ലൈറ്റ് ആണെങ്കിൽ മോഡിഫൈഡ് ആണ്. ഇവിടെ ഹിഞ്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്യാരി ചെയ്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല അടിപൊളി ഹിഞ്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ 2 ചെറിയ ഹിഞ്ചസ് കൊടുത്തിട്ടുണ്ട്. ഇത് വേറെ എന്തെങ്കിലും കെട്ടി വലിക്കാനോ അല്ലെങ്കിൽ ഇതൊരു ഷോപ്പ് ഓപ്പസിനാന്ന് തോന്നുന്നു. ദിസ് ഇസ് ദ റിയൽ, ലൈക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സാധനത്തിൻ്റെ അകത്ത് നമ്മൾ കയറിയിട്ട് നമുക്ക് കാണിക്കാം. ഇത് കണ്ടോ, ഇത് ഫുള്ള് അലുമിനിയമാണ്. മറ്റേതിനേക്കാളും അവിടെ ഒരു പ്ലാസ്റ്റിക് ആയിരുന്നു. ഇത് കംപ്ലീറ്റ്ലി അലുമിനിയം ത്രൂ ഔട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലൊന്നും കയറി നോക്കാം. ഇത്രയും ഹൈലക്സ് തന്നെ കയറാൻ പാടായിരുന്നു. ഇത്രയും ഹൈറ്റ് വരുമ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് കയറണമെങ്കിൽ ഇച്ചിരി ടാസ്ക്കാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ മുകളിലോട്ട് കയറുന്നത്. അപ്പോൾ അന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചായിരുന്നു ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ നിങ്ങൾ പറഞ്ഞു ടൊയോട്ടയാണ്, താഴെ പോകത്തില്ല. ശരിയാണ്, താഴെ പോകത്തില്ല. നല്ല സ്ട്രെങ്ത്ത് വരുന്നുണ്ട് അതിന്. ഇതിൻ്റെ ഹൈറ്റിൽ നിൽക്കുമ്പോൾ നമ്മൾ ശരിക്കും വലിയൊരു ഹൈറ്റിൽ നിൽക്കുന്നൊരു ഫീലിംഗ് തന്നെയാണ്. വലിയ 2 ടയേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും മോഡിഫൈഡ് ആണ്. എല്ലാം മെറ്റലാണ് കേട്ടോ. നമ്മൾ പ്ലാസ്റ്റിക് വെച്ചിട്ടൊരു കളിയില്ല. എല്ലാം ത്രൂ ഔട്ട് മെറ്റലാണ്. ഇവിടെ ഒരു ഷവൽ കൊടുത്തിട്ടുണ്ട്. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ സ്റ്റക്ക് ആവുകയാണെങ്കിൽ കോരിക്കളയുന്നതിന് വേണ്ടിയിട്ടൊരു ഷവൽ അത് ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ശരി, തുരുമ്പ് കയറിയിട്ടുണ്ട് അതിന്, എന്നാലും അത് റെഡി ആയിക്കോളുമായിരിക്കും. ഈ സൈഡിലില്ല, ഈ സൈഡിൽ ഷവലുണ്ട്. ഇതാണ് എൻ്റെ ബാക്കിലത്തെ ഒരു ഫീൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ചവിട്ടി നമ്മൾ താഴോട്ടിറങ്ങുകയാണെങ്കിൽ അതും ഞാൻ പറഞ്ഞ പോലെ വലിയൊരു ടാസ്ക്കാണ്. പിന്നെ ഈ സാധനത്തിന് നല്ല വെയിറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. നേരത്തേക്കാളൊക്കെ നല്ല രീതിയിൽ വെയിറ്റ് കൂടിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് ആ മെറ്റീരിയൽ മാറിയോണ്ടായിരിക്കും. അതാണ് ബാക്കിലത്തെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. സൈഡിലോട്ട് വരുമ്പോൾ നല്ല കിടുക്കാഴ്ചയായിട്ടൊരു ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. 4x4 എന്നുള്ളതുകൊണ്ട് ടൊയോട്ട ഹൈലക്സ് എഴുതിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ അലോയ് വീലിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കി. അത് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സീറ്റ്സിൽ ഇൻറ്റീരിയറിൽ മോഡിഫിക്കേഷൻ ഒന്നുമില്ല, നോർമൽ സാധനം തന്നെ. ഇവിടെ കയറാൻ ഫുഡ് സ്റ്റെപ്പ് വളരെ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ കയറിയിരിക്കുമ്പോൾ നമുക്ക് സ്ഥിരം കിട്ടുന്നൊരു പെർസ്പെക്റ്റീവ്, പക്ഷേ ഒരു വലിയൊരു ലോറിക്കകത്തിരിക്കുന്ന സീൻ. ഇനി
വരുമ്പോൾ ഇതാണ് ഫ്രണ്ട്. സെയിം കൈൻഡ് ഓഫ് ഡിസൈൻസാണ്. ഇവിടെ ചവിട്ടി ഇവിടെ വലിഞ്ഞ് കയറി ഇങ്ങനെ വേണം കയറാൻ. എന്ത് ഹൈറ്റാന്ന് നോക്കി കയറിയിരുന്നു. അകത്ത് മോഡിഫിക്കേഷൻസ് ഒന്നും വരുന്നില്ല. സ്റ്റിയറിംഗ് വീൽ അത് ഞാൻ അവിടെ ഇരിക്കും പറഞ്ഞുതരാം. ഇതാണത്. നിങ്ങൾക്ക് ഇതിൻ്റെ എൻജിൻ ഒന്ന് കാണണമെന്നില്ല. ലൈക്ക് ഇത്രയും പവറായിട്ടുള്ള എൻജിൻ എങ്ങനെയാണ്, അതിൻ്റെ സൗണ്ട് എന്താണ്, നമുക്ക് അകത്ത് കയറി ഇരുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ചിറങ്ങി കാണിച്ചു തരാം അല്ലേ. കീ കണ്ടായിരുന്നോ നിങ്ങൾ? കീ നോർമൽ കീ തന്നെയാണ്, അതിൻ്റെ അകത്ത് ചേഞ്ചസ് ഒന്നുമില്ല. നമ്മളകത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ചവിട്ടി ഈ രീതിയിൽ പിടിച്ചിട്ടാണ് അകത്തേക്ക് കയറുന്നത്. ഇതാണ് ഒരു ഇൻറ്റീരിയർ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. സ്റ്റിയറിംഗ് വീല് ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഇവരുടെ GR സ്പോർട്സ് ഉണ്ടല്ലോ, അതിൻ്റെ വേർഷൻ്റെ ഒരു സ്പോർട്സി സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗിയർ നോബും ഒരു ചെറിയൊരു ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓഫ് കോഴ്സ് കീലെസ് എൻട്രി ആണ്, കീ പോക്കറ്റിലിട്ടാൽ മതി. ജസ്റ്റ് എൻജിൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നോർമൽ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത് സ്റ്റാർട്ടായിരിക്കുന്നത്. ഇൻറ്റീരിയറൊക്കെ സൈലൻ്റ് ആണ്, പാർക്കിലാണ്. ഞാനിത് ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് ഈ സൗണ്ട് കേൾപ്പിച്ചു തരാം. ഈ ബോണറ്റ് ഒന്ന് ചെയ്തു തരാം. വണ്ടി മൂവ് ചെയ്യുന്നില്ല, അത് ഇല്ലീഗൽ ആയതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങളെല്ലാം ക്യൂരിയസ് ആയിട്ട് നോക്കിയിരുന്നൊരു കാര്യം, ഈ M1 ട്രക്കിൻ്റെ മൈലേജ് എത്രയാണെന്നറിയോ? 2.9 കിലോമീറ്റർ. ഇനി നമുക്ക് ഇപ്പോൾ എൻജിൻ ഓണാണ്. നമുക്ക് ലൈക്ക് ഇവൻ്റെ ബോണറ്റും കൂടെ, അതായത് എൻജിൻ സ്പേസ് കൂടെ ഒന്ന് കണ്ടു നോക്കുവാണെങ്കിൽ നമ്മളത് അപ്പ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെയ്യണം. അതിൻ്റെ ഫാൻ്റെ ഒക്കെ സൗണ്ട് കേട്ടോ എന്ത് അടിപൊളിയാണെന്നുള്ളത്. നോർമൽ എൻജിൻ തന്നെയാണ്, പക്ഷേ സ്റ്റോറകളൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ചെറിയൊരു വേരിയേഷൻ വരുന്നത് കണ്ടോ. അതായത് എയർ ഇൻടേക്ക് വരുന്നത് നമുക്ക് അകത്തൂടെ അല്ല, അതുകൊണ്ട് ഈ സ്റ്റോറകൾ വഴിയാണ് വരുന്നത്. അതിനാണ് ഈ ഒരു ബോക്സ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് ഇവൻ്റെ ആക്സലറേഷൻ സൗണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വൈബ്രേഷൻ കാരണം നമ്പർ പ്ലേറ്റ് ഒക്കെ താഴെ പോയിട്ടുണ്ട്. അത്ര ഒരു മാസീവ് എഞ്ചിനാണ്.